ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മ്യ ആത്മീയതയുടെ 188ാമത്തെ സെഷനാണല്ലോ ഇത്. 6ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 28ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ ഹല്ലേലൂയ. 6ാം സ്ഥാനത്തെക്കുറിച്ച് ഉള്ള 6ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ക്ലേശകരവും ഹൃദ്യവുമായ അനുഭവങ്ങൾ എന്നാണ്. ക്ലേശകരവും ഹൃദ്യവുമായ അനുഭവങ്ങൾ. അപ്പം ആത്മീയമായ ഉദ്ഗമനത്തെക്കുറിച്ച് പറഞ്ഞു. അത് ഹർഷോന്മാദം അല്ലെങ്കിൽ മൂർച്ഛ, ആനന്ദ, പരവശ്യം എന്ന് പറയുന്ന അനുഭവങ്ങൾ തന്നെയാണ്. അതേപറ്റി നമ്മൾ വിശദീകരിച്ച് വന്നിട്ട് ഇതിൻ്റെ കൂടെ ഹൃദ്യമായ അനുഭവങ്ങളും ഉണ്ട്, ക്ലേശകരമായ അനുഭവങ്ങളും ഉണ്ട്. നമ്മൾ വിശദീകരിക്കുകയാണ്. ഒന്നാമത്തെ ഖണ്ഡിക, ആത്മാവ് അതീവ വിശിഷ്ടമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിരിക്കുന്നതിനാൽ അവയുടെ ദാതാവായ ദൈവത്തിൻ്റെ സമ്പൂർണമായ അനുഭൂതി ഉണ്ടാകുവാനുള്ള ആഗ്രഹത്തിൻ്റെ തീവ്രത നിമിത്തം അവരുടെ ജീവിതം ആനന്ദകരമെങ്കിലും ഒരു കൊടും യാതന തന്നെ ആയിത്തീരുന്നു. നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ തിരിയല്ലാത്തൊരു യാതനയാണ്. ദൈവത്തിൻ്റെ സമ്പൂർണമായ അനുഭൂതിയിലേക്ക് വരാനുള്ള ആഗ്രഹത്തിൻ്റെ തീവ്രത കൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം ഒരു കൊടും യാതനയായിട്ട് ഭവിക്കുന്നു പറയുകയാണ്. ദൈവത്തെക്കുറിച്ച് കുറച്ച് വ്യക്തതകൾ നല്ലതുപോലെ കിട്ടുന്നു. ഈ ആത്മാവിൻ്റെ ഫ്ലൈറ്റ് ഓഫ് ദ സ്പിരിറ്റ്, ഉത്പാദനം, അങ്ങനെയുള്ള അനുഭവങ്ങൾ വഴിയായിട്ട്, ആനന്ദമൂർച്ച, ആനന്ദ പരവശം വഴിയായിട്ട് അങ്ങനെ കിട്ടിയ അനുഭവം വെച്ചുകൊണ്ട് ഇനി അവിടുത്തെ സ്വന്തമാകണം, അവിടുത്തെ മാത്രമാണ് നിത്യത്തിലെത്തിച്ചേർന്ന ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഈ ആഗ്രഹം തന്നെ ഒരു വലിയ പീഡയായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ സമ്പൂർണമായ അനുഭൂതി ഉണ്ടാകുവാനുള്ള ആഗ്രഹത്തിൻ്റെ തീവ്രത നിമിത്തം അവരുടെ ജീവിതം ആനന്ദകരമെങ്കിലും ഒരു കൊടും യാതന തന്നെ ആയിത്തീരുന്നു. മരണത്തിനുള്ള ആഗ്രഹം കലശമാകുന്നു. ഈ പ്രവാസത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കണമേ എന്ന് അവൾ കണ്ണുനീരോടെ നിരന്തരം പ്രാർത്ഥിക്കുന്നു. നമ്മൾ പൗലോസപ്പോസ്തലൻ എഴുതുന്നുണ്ട്, ഞങ്ങൾ മൃത്യുവിധേയമായ ഈ താൽക്കാലിക കൂടാരത്തിൽ വസിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ നെടുവീർപ്പിടുകയാണ്. നിത്യമായ വസ്തു ധരിക്കാൻ വേണ്ടി ഞങ്ങൾ നെടുവീർപ്പിട്ട് കാത്തിരിക്കുകയാണ് എന്നൊരു അനുഭവം അപ്പോസ്തലൻ പത്രോസും പൗലോസും ഒക്കെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൃത്യുവശമായ താൽക്കാലിക കൂടാരത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്, ശരീരത്തിലായിരിക്കുമ്പോൾ. ഇതിനകത്തു നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നിത്യമായ സ്വർഗീയ അനുഭവത്തിലേക്ക് വരാൻ ആത്മാവ് ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ്. ഈ പ്രവാസത്തിൽ തന്നെ മോചിപ്പിക്കണമേ നമ്മൾ കണ്ണുനീരോടെ നിരന്തരം പ്രാർത്ഥിക്കുന്നു. ജീവിത അനുഭവങ്ങളെല്ലാം അവളെ ആയാസപ്പെടുത്തുന്നു. ജീവിതാനുഭവങ്ങളെല്ലാം ഒരു ആയാസമുള്ളത്, ഭാരമുള്ളതായിട്ട് മാറുകയാണ്. ഏകാന്തതയിൽ ചിലർ ആശ്വാസം തോന്നുമെങ്കിലും താമസിയാതെ അസുഖം ആരംഭിക്കുകയായി. അതിനൊരിക്കലും അന്തരമില്ലെന്ന് തന്നെ പറയാം. ഏകാന്തതയിലാണ് അല്പം ഒരു ആശ്വാസം. വേറൊന്നിനും ഏർപ്പെടാതെ ദൈവത്തിൻ്റെ പക്കൽ ഇങ്ങനെ ആയിരിക്കും, തനിച്ചായിരിക്കുമ്പം എങ്കിൽ പോലും ഈ ഒരു നൊമ്പരം, വേദന, ആകുലത തീരുകയില്ല. അതിനൊരിക്കലും അന്തരമില്ലെന്ന് തന്നെ പറയാം. ചുരുക്കത്തിൽ ആ ചിത്രശലഭത്തിന് സ്ഥിരമായ ഒരു വിശ്രമസ്ഥാനം ഒരിടത്തും കിട്ടുന്നില്ല, സ്വർഗത്തിൽ മാത്രമേ കിട്ടുള്ളൂ. അതുവരെയും ആത്മാവാകുന്ന ചിത്രശലഭം ഇങ്ങനെ വിശ്രമമില്ലാതെ, ഇരിക്കപ്രതി ഇല്ലാതെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. പട്ടുനൂൽപ്പുഴു ചിത്രശലഭമായി കഴിയുമ്പോൾ അതിന് ഒരു പൂവോ അടുത്ത പൂവോ ഇങ്ങനെ അതിന് ഒരിക്കലും അടുത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പോവുകയാണ്. അവളുടെ സ്നേഹം അത്യന്തം ആർദ്രമാണ്. ദൈവത്തോടുള്ള സ്നേഹം ആർദ്രതയുള്ളത്, വളരെ സജീവമാണ്, ചലനാത്മകമാണ്, കത്തുന്നതാണ്, പെട്ടെന്ന് ഇളകുന്നതാണ്, ജ്വലിക്കുന്നതാണ്. ആ അഗ്നിയുടെ പോഷണത്തിന് സഹായിക്കുന്ന ഏതെങ്കിലും ഒരു അവസരം ഉണ്ടായാലുടൻ ആത്മാവ് ഉദ്ഗമിക്കുകയായി. സ്നേഹത്തിൻ്റെ അഗ്നി ഒന്ന് ഓണാകാൻ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതിയാവും. അപ്പോഴേ ഈ ഉദ്ഗമനം സംഭവിക്കുകയാണ്. ആത്മാവ് ഇങ്ങനെ ഫ്ലൈറ്റ് ഉണ്ടാവുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കുപ്പർത്തിയുന്ന പുണ്യവാനെ കുറിച്ച് പള്ളിമണി അടിക്കുന്ന സ്വരം കേട്ടാൽ മതി, പൊങ്ങിപ്പോകുമായിരുന്നു. അത്ര മതി. ആരെങ്കിലും ഹല്ലേലൂയ പറഞ്ഞാൽ, വചനം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തിരുശ്രമം കണ്ട അപ്പോഴേ പൊങ്ങിപ്പോവുകയാണ്. പെട്രോൾ ബാഷ്പം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ഒരു തീപ്പൊരി വീണാൽ മതി, കത്തും. പെട്രോൾ പമ്പുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ചെറിയ സ്പാർക്ക് ഉള്ള ഒന്നും അവിടെ ഉപയോഗിക്കരുത്, മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കരുത്. കാരണം ചെറിയ സ്പാർക്കുകൾ അതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ചിലപ്പോൾ തീപിടുത്തം ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സകലതും മാറ്റിവെക്കണം. എലിസബത്തിൻ്റെ വീട്ടിൽ മാതാവ് ചെന്ന് അഭിവാദനം പറഞ്ഞപ്പോൾ അവിടെ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ തീ കത്തി.
സന്തോഷം കൊണ്ട് നിറയുകയാണ്. അതിനകത്ത് അമ്മയിൽ നിന്ന് കത്തുകയാണ് ആ സ്നേഹത്തിൽ. അത് ആ സ്തോത്രഗീതം. ഉദരത്തിലെ കുഞ്ഞു പോലും ആനന്ദം കൊണ്ട് ചാടി എന്ന് എലിസബത്ത് പറയുകയാണ്. അപ്പം അത്രയും അതുപോലെ ദൈവസ്നേഹത്തിൻ്റെ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും. അപ്പം ചെറിയൊരു അഭിവാദന സ്വരം മാതാവിൻ്റെ അതരങ്ങളിൽ നിന്ന് വന്നപ്പോൾ തന്നെ എലിസബത്ത് കത്തി ജ്വലിച്ചു. എന്നിട്ട് ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയാണ്. ഇത് തന്നെ അമദ്രസ്യ പറഞ്ഞു വരുന്നൊരു കാര്യം, ഇവിടെ പറയുന്ന കാര്യം അത് തന്നെയാണ്. അപ്പോൾ അവളുടെ സ്നേഹം അത്യന്തം ആർദ്രമാണ്. ആ അഗ്നിയുടെ പോഷണത്തിന് സഹായിക്കുന്ന ഏതെങ്കിലും ഒരു അവസരം ഉണ്ടായാൽ ഉടൻ ആത്മാവ് ഉദ്ഗമിക്കുകയായി. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഒരു സ്നേഹത്തിൻ്റെ സ്തുതിപ്പിൻ്റെ ഒരു അഭിഷേകമാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഇവിടെ മദ്രസ പറയുകയാണ് ആത്മാവിൻ്റെ ഉദ്ഗമന അനുഭവം ഉണ്ടാകുന്നു. ചുമ്മാ ഒരു കത്തല ഒരു പ്രചോദനം തെളിയുന്ന ഒന്നുമല്ല, അതിനപ്പുറമാണ് ഈ പറയുന്ന അനുഭവങ്ങൾ. തന്നിമിത്തം ഈ സദനത്തിൽ ആനന്ദ പാരവേശ്യം അനുസ്യൂതമായിരിക്കും. കൊച്ചു കാര്യം മതി ഇങ്ങനെ കത്താൻ. അതുകൊണ്ട് ഈ ആനന്ദ പാരവേശ്യം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു അനുസ്യൂത അനുഭവമായിരിക്കും, ഇടപെടാത്ത അനുഭവമായിരിക്കും. സ്വർഗത്തില് രാപകൽ ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കുന്നു, കുമ്പിട്ട് ആരാധിക്കുന്നു, സാഷ്ടാംഗം പ്രണമിക്കുന്നു, എണീക്കുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടുന്നു. അങ്ങനത്തെ കാഴ്ചയാണ് കാണുന്നത് എന്ന് യോഹന്നാൻ പറയുന്നത് നമ്മൾ വെളിപാട് 4 വായിക്കുന്നുണ്ടല്ലോ. ഇടപെടാതെ, അപ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഇടപെടാതെ അനുസ്യൂതമായ ഒരു ദൈവ അനുഭവത്തിലേക്ക്, ആനന്ദ അനുഭവത്തിലേക്ക് വരികയാണ്. നിരന്തരമായ കൃതജ്ഞതാ പ്രകാശത്തിൽ മുഴുകുവരുന്ന വചനം ഉദ്ഘോഷിക്കും, വചനം ആവശ്യപ്പെടുന്നു. ഇത് നമുക്ക് ചേർത്ത് വായിക്കാനായിട്ട് പറ്റുകയാണ്. തന്നിമിത്തം ഈ സദനത്തിൽ ആനന്ദ പാരവശ്യം അനുസ്യൂതമായിരിക്കും. പരസ്യ സ്ഥലങ്ങളിൽ പോലും അവയെ നിയന്ത്രിക്കാൻ മാർഗമില്ല. ആൾക്കാരുടെ കൂടെ ആയിരിക്കുമ്പോഴും പള്ളിയിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ആനന്ദ പാരവശ്യം ഉണ്ടാവുകയാണ്. ആപശങ്ക കൂടാതെ കഴിഞ്ഞു കൂടണമെന്ന് അവൾക്ക് താല്പര്യമുണ്ടെങ്കിലും പിറുപിറുപ്പുകളും പീഡനങ്ങളും ഒരിക്കലും അവളെ വിട്ടു മാറുകയില്ല. അവയ്ക്ക് ഹേതുഭൂതർ പലരായിരിക്കും, വിശിഷ്ട കുമ്പസാരക്കാർ. അപ്പം ഇങ്ങനെയുള്ളൊരു ആന്തരിക അനുഭവമായിട്ട് നീങ്ങുമ്പോൾ ബാഹ്യമായ സാഹചര്യങ്ങളെല്ലാം ലോകത്തിൻ്റെ തന്നെയാണ്. ചുറ്റുമുള്ളവരെല്ലാം ആത്മീയ ബോധ്യം ഇല്ലാത്തവരാണ്. ചിലപ്പോൾ ഈ വ്യക്തിയെ നയിക്കുന്ന ആത്മീയ പിതാവ് കുമ്പസാരക്കാരൻ പോലും മനസ്സിലാക്കാൻ പറ്റുന്നവരായിരിക്കുകയല്ല. അപ്പം ഇതെല്ലാമാണ് വലിയ ക്ലേശകരമായ അനുഭവങ്ങൾക്ക് അല്ലെങ്കിൽ സംഭവങ്ങൾക്ക് കാരണമാകുന്നത് നമുക്ക് സൂചന തരികയാണ്. രണ്ടാം ഖണ്ഡിക ഒരു വിധത്തിൽ പ്രത്യേകമായി ദൈവത്തോടൊന്നിച്ച് ഏകാന്തതയിലായിരിക്കുമ്പോൾ ആത്മാവിൻ്റെ അന്തർഭാഗത്ത് വലിയ ഭദ്രത അനുഭവപ്പെടുമെങ്കിലും മറ്റു വിധത്തിൽ അവൾക്ക് മഹാവ്യസനമാണ്. അപ്പോൾ ഇതാണ് ഈ അദ്ദേഹത്തിൻ്റെ ഹെഡിങ് തന്നെ പറയുന്നത്, ക്ലേശകരവും ഹൃദ്യവുമായ അനുഭവങ്ങൾ ഒരുമിച്ച് വരുന്നത്. ഒരു വിധത്തിൽ പ്രത്യേകിച്ച് ഏകാന്തത തനിച്ച് പ്രാർത്ഥനയായിരിക്കും നല്ല ഹൃദ്യമായ അനുഭവമാണ്. പക്ഷെ അങ്ങനെ എപ്പോഴും ഏകാന്തത വസിക്കാനായിട്ട് പറ്റുകയില്ല. പല ഉത്തരവാദിത്വ ചുമതലകളുണ്ട്. അമ്മത്രേസ്യ തന്നെയും ഒത്തിരി യാത്ര ചെയ്തിരുന്നു, ഒത്തിരി ആൾക്കാർ ഇടപെട്ടിരുന്നു, അങ്ങനെയൊക്കെ പോയിരുന്നു. ആ യാത്രക്കിടയിലും ഇടപെടലിനിടയിലും എല്ലാം ഒത്തിരി ആത്മീയ അനുഭവം ഉണ്ടായിരുന്നു. താൻ അത്യന്തം സ്നേഹിക്കുന്ന ദൈവത്തെ ദ്രോഹിക്കാനിടയാകത്തക്ക വണ്ണം പിശാച് തന്നെ വഞ്ചിക്കുമെന്നാണ് അവളുടെ ഭയം. ഒരു വശത്തെ ഭയം അതാണ്. ഈ ദൈവത്തെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിരാശപ്പെടുത്തി അവിടുന്ന് ആഗ്രഹിക്കുന്നവരല്ലാതെ വേറെ വഴിക്ക് പോയി അവിടുന്ന് പ്രതീക്ഷിക്കുന്ന അത്ര ആകാതെ ദൈവത്തെ വഞ്ചിക്കാൻ ഇടവരത്തക്ക, ദൈവത്തെ ഉപേക്ഷിക്കാൻ ഇടവരത്തക്ക രീതിയിൽ പിശാച് എന്തെങ്കിലും കെണി ഒരുക്കി തന്നെ വഞ്ചിക്കുമോ എന്നൊരു ഭയം, ഒരു ക്ലേശത്തിൻ്റെ ഒരു വിഷയം അതാണ്. സാധാരണ ജനങ്ങളുടെ പിറുപിറുപ്പിനെ അവൾ അത്ര ഗൗനിക്കുകയില്ല. ചുറ്റുമുള്ള ആൾക്കാർ എന്തെങ്കിലും പറയട്ടെ, അതേപ്പറ്റി അതൊക്കെ വലിയ ഗൗരവമില്ല. അതേപ്പറ്റി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അവർ പൊക്കി പറഞ്ഞാലും വിമർശിച്ച് പറഞ്ഞാലും ഒന്നും അത് യേശുകയല്ല, അതെല്ലാം അവൾക്ക് സ്വീകരിക്കാൻ പറ്റും. എന്നാൽ ഈ വിധം സംഭവിക്കുന്ന ഉദ്ഗമനങ്ങളെ കുറെ കൂടി നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും മറ്റും കുമ്പസാരക്കാരെ ശകാരിക്കുന്നത് അതീവ ദുസ്സഹമത്രേ. ഈ ആത്മീയ അനുഭവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കുമ്പസാരക്കാരനൊപ്പം ഉണ്ട്. പക്ഷേ പരസ്യമായിട്ട് ആൾക്കാരുടെ മുമ്പിലായിരിക്കുമ്പോഴും പള്ളിയിലായിരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ഉരുണ്ട് വീഴാനും പരവേശമെടുക്കാനും ഇങ്ങനത്തെ അനുഭവത്തിലേക്ക് പോകാനൊക്കെ വരുന്ന അനുഭവം നിയന്ത്രിക്കണം. നീ മുറി തനിച്ചായിരിക്കും, അങ്ങനെയൊക്കെ സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുമ്പസാരക്കാരൻ മറ്റുള്ളവരുടെ കമൻറ്റുകളും വിമർശനങ്ങളും പഠിക്കലുകളും ഒക്കെ കുമ്പസാരക്കാരൻ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തെയും പല ആൾക്കാരും പറയുന്നുണ്ട്, അച്ഛനല്ലേ അവളെ ആ വ്യക്തിയെ നയിക്കുന്നത്, എന്നിട്ട് ഇതൊക്കെ തിരുത്തി കൊടുക്കാത്ത എന്താണ്, വലിയ ആത്മീയ അനുഭവമൊക്കെ എന്നിട്ട് മുറി വെച്ചുണ്ടാകട്ടെ, ഇവിടെ വെച്ചതിനെ ഇങ്ങനെ കാണിക്കുന്നത്, അല്പം നിയന്ത്രിക്കാൻ പറ, അല്പം വിവേകം വേണ്ടേ, അങ്ങ് അവരെ പറഞ്ഞ് നയിക്കണം എന്നൊക്കെ പറഞ്ഞ് കുമ്പസാരക്കാരനും പലത് ഉപദേശം കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ കുമ്പസാരക്കാരും കൂടെ കുറച്ചിങ്ങോട്ട് പറയാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴേക്കും ഈ വ്യക്തിക്ക് ഇത് ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ മേലാത്ത അനുഭവമാണ്. പൊട്ടുസൂചിയെ കാന്തം ആകർഷിച്ചു കൊണ്ടുപോകുന്നവർ, അല്ലെങ്കിൽ
വലിയ തിരമാലയിൽ ചെറിയ വള്ളം എടുത്തെറിയപ്പെടുന്ന പോലെയുള്ള അനുഭവമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിയന്ത്രിക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു അനുഭവം അകത്ത് ദൈവം തരുന്നു, പുറത്ത് ഇങ്ങനത്തെ നിയന്ത്രണങ്ങളും കമന്റുകളും ഒക്കെ വരുമ്പോഴേക്കും അത് ക്ലേശകരമായ ഒരു നിസ്സഹായത അനുഭവപ്പെടുകയാണ്. എല്ലാവരോടും പ്രാർത്ഥനയ്ക്കായി അഭ്യർത്ഥിക്കുകയും തന്നെ വേറൊരു വഴി നയിക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും മാത്രമാണ് അവൾക്ക് കരണീയം. ഇങ്ങനെ ആൾക്കാർ പറയുമ്പം അൽമിപിതാവോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് നിയന്ത്രിക്കാൻ ശക്തി കിട്ടാൻ വേണ്ടി, എനിക്കത് അറിഞ്ഞുകൂടാ. മറ്റുള്ളവരിങ്ങനെ സ്നേഹത്വ ബുദ്ധിയോടൊക്കെ വിമർശനം പറയുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാനൊരു വഴി തെറ്റി പോകാതിരിക്കുക, ദൈവത്തിൻ്റെ കരുണ കിട്ടാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എളിമയോടെ അവരോട് യാചിക്കുക ഒരു വശത്ത്. പിന്നെ തമ്പുരാന്റെ പക്കല് ദൈവമേ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം തരല്ല, എന്നെ ആരും സത്യക്കില്ലാത്ത എന്തെങ്കിലും ആത്മീയ വഴി കൂടെ എന്നെ നയിച്ചാൽ മതി, ദൈവത്തോട് അപേക്ഷിക്കുക. ഈ രണ്ട് കാര്യം മാത്രമേ കരുണയുമായിട്ട് അവൾക്കുള്ളൂ, ഈ ആത്മാവിനുള്ളൂ. അവളെന്ന് പറയുന്നത് രണ്ട് കാരണം കൊണ്ട്: ഒന്ന്, ആത്മാവിനെ അവളെന്ന രീതിയിൽ അമ്മദ്രേസ്യ ഉദ്ദേശിക്കുന്നു. രണ്ട്, ഈ അനുഭവത്തിൽ കൂടെ പോകുന്ന തൻ്റെ സഭയിലുള്ള സഹോദരിമാർക്ക് അമ്മദ്രേസ്യ മുന്നേ കണ്ടുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് സഹോദരിമാരാണ്. അതുകൊണ്ടാണ് അവൾ എന്നുള്ള വാക്കിൻ്റെ പ്രസക്തി വേറെ രീതിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. ഈ അവളെന്ന് പറയുമ്പോൾ ആത്മാവിനെ ഉദ്ദേശിച്ചാൽ മതി, നമ്മൾ കണ്ടാൽ മതി. ഈ സരണി വളരെ ആവൽക്കരമാകയാൽ അങ്ങനെ ചെയ്യാനാണ് സകലരും അവളെ ഉപദേശിക്കുന്നതും. ഇത് എങ്ങോട്ടാ പോകുന്നത്, എന്താ സംഭവിക്കുന്നത്, എവിടെ ചെല്ലുന്നു, ഒരു എത്തും പിടിയില്ല, ആർക്കും നിയന്ത്രണവും ഇല്ല, നിയന്ത്രിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഇത് അപകടകരമാണല്ലോ, അതുകൊണ്ട് ഇത് ഒഴിവാക്കി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നീ എന്ന് പറയാനേ എല്ലാവർക്കും തോന്നുകയുള്ളൂ. എന്നാൽ അവൾക്ക് അതിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് വളരെ ഗുണമുണ്ടായിട്ടുണ്ട്. അത് അവൾക്ക് ഉറപ്പാണ്. സ്വർഗത്തിലേക്കുള്ള പാത അതാണെന്നല്ലാതെ കൂടുതലൊന്നും ഗ്രഹിക്കാൻ അവൾക്ക് കഴിയില്ല. ഇതല്ലാതെ വേറെ വഴി ഇല്ല എന്നുള്ളത് അവൾക്കറിയാം. ഇത് ഒത്തിരി ഉപകാരം ഉണ്ടെന്നും അറിയാം. അതുകൊണ്ട് അങ്ങനെ മാറ്റി പോകാൻ അവൾക്ക് തയ്യാറുമല്ല, സാധിക്കുന്നുമില്ല. പക്ഷെ എങ്കിലും ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് അവൾക്ക് ഇടവരികയും ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.